ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പൊടി തന്നെയാണ് കേട്ടോ. അത് 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും പിന്നെ ഒരു 2-3 ചെറിയുള്ളി ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതും 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും 2 ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്താലേ ഉള്ളൂ നമുക്ക് എത്രത്തോളം വെള്ളം വേണ്ടി വരും എന്ന് അറിയാൻ പറ്റുക. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ടൈറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ജാറടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതായത് ഇവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് ലൂസ് വേണം. അപ്പോൾ ഞാൻ മിക്സിയിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് നമുക്ക് അരക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ലൂസിലാണ് കേട്ടോ മാവുള്ളത്. കൂടുതൽ ടൈറ്റായിട്ടും വേണ്ട, എന്നാൽ ഒരുപാട് വെള്ളമായിട്ടും വേണ്ട, ഇങ്ങനെ മതി. ഇനി നമുക്കിതിലേക്കൊരു മസാല റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്കൊരു 2 സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞതും പിന്നെ അല്പം കറിവേപ്പില അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിലേക്ക് ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അതിനേക്കാൾ നല്ലത് ഇതുപോലെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ബീഫിൻ്റെ പീസ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി നമ്മളത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റീമറിൽ വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റും കൂടി എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും കുറച്ചൊന്ന് നെയ്യാക്കി കൊടുക്കാം. ഇനി പാത്രം ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യം കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1-2 തവി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം മതി. ഈ ഒരു പ്ലേറ്റിൽ ഫുള്ളായിട്ട് പരന്ന് തിന്നായിട്ട് നിൽക്കണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മസാല വേണ്ട, ആവശ്യത്തിന് മതി. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് വേണം കേട്ടോ നമ്മൾ അടുത്തത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. തിന്നായിട്ടുള്ള ലെയർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ച് മാവ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതും തിന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 2 കയ്യിൽ മാവൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഇനി നമ്മൾ ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള മാവിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറേശ്ശെ മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മളിത് ഓരോ ലെയറും ഇതുപോലെ തന്നെ ഈ ഒരു പ്ലേറ്റ് നിറയുന്നത് വരെ ആക്കിയെടുക്കണം. അപ്പോൾ
ഞാൻ ഒഴിച്ച് ഇപ്പോൾ പ്ലേറ്റ് നിറയാറായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ലെയറും കൂടെ ഒഴിക്കാനുള്ള സ്ഥലമുള്ളൂ, അതിനുള്ള മാവും ഉള്ളൂ കേട്ടോ. മാവ് മസാലയൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതാ ആ ഒരു ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വളരെ തിന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ, ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ ഓരോ ലെയറായിട്ട് ചെയ്യുന്നത് കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിത് എടുത്തിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.